അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ്മ ടീച്ചർ. നമ്മളിന്ന് +1 മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ അധ്യായമായ ഒരു കവിത എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശ്ലോകം, കുറച്ച് ശ്ലോകങ്ങളാണ്. അനുകമ്പാ ദശകം എന്നതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് അനുകമ്പ എന്നുള്ള പേരിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് അതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, പിന്നെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനുഷ്യന് പ്രാധാന്യം നൽകുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയായ അനുകമ്പ ദശകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് പറഞ്ഞു തരുന്നതിന് മുന്നേ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കേരളീയ നവോത്ഥാന പ്രസ്ഥാന നേതാക്കളിൽ പ്രധാനി, സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. 1856 തിരുവനന്തപുരത്ത് ജനനം. 1928 അദ്ദേഹം സമാധിയായി. 1888 അരുവിപ്പുറത്തു നടത്തിയ ശിവപ്രതിഷ്ഠയിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, അദ്വൈത ദീപിക മുതലായ ദാർശനിക കൃതികളും പ്രബോധന കൃതികൾ, സ്തോത്രകൃതികൾ, തർജ്ജമകൾ തുടങ്ങിയവയും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുകമ്പാ ദശകത്തിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ചു വരികളാണ് നമ്മൾ അനുകമ്പ എന്ന ഈ കവിതയിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് നോക്കാം ഈ കവിത എന്തൊക്കെയാണ് കവിതയിൽ പറയുന്ന ശ്ലോകങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു നോക്കാം. 1ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെയാണ് പറയണത്: ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അപ്പോൾ വരികളുടെ ആശയം എന്താണ്? ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ. ഒരു പീഠ എന്ന് പറഞ്ഞാൽ ദ്രോഹം, വേദന, വിഷമങ്ങൾ. ഒരു ഉറുമ്പിന് പോലും ദ്രോഹം ഉണ്ടാക്കരുതെന്ന രീതിയിൽ അനുകമ്പ സദാ തൻ്റെ മനസ്സിനുള്ളിൽ വേണമേ. ദൈവമേ, അതാണ് കരുണാകര. കരുണാകര എന്ന് പറഞ്ഞാൽ ദൈവത്തെയാണ്. കരുണാകരമായിട്ടുള്ളവൻ ആരാണത്? ദൈവമാണ്. അപ്പോൾ അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അപ്പോൾ മനസ്സിൽ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ മനസ്സിൽ അത്തരത്തിലുള്ള രീതി എൻ്റെ മനസ്സിനെ എന്ത് ചെയ്യണം? അങ്ങ് തുണയ്ക്കണം. അപ്പം അതുപോലെ അങ്ങയെക്കുറിച്ച്, അങ്ങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ദൈവം. ദൈവചിന്തയോടെ കഴിയാനും ഒന്നിനെയും ഉറുമ്പിനെ പോലും, വളരെ ചെറിയ ഒരു ജീവിയാണ് ഉറുമ്പ്, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതിരിക്കാനുമുള്ള കഴിവ് എനിക്ക് നൽകണം. അങ്ങനെയുള്ളൊരു മനസ്സായിരിക്കണം എൻ്റെ. അങ്ങനെ ഓരോ ജീവിയും ഇങ്ങനെയായിരിക്കണം, ഓരോ മനുഷ്യനും ഇങ്ങനെയായിരിക്കണം. ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് തന്നെ നയിക്കണമേ ദൈവമേ എന്ന ആണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. അപ്പം ഇങ്ങനെ ഒരു പീഠ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. അപ്പോൾ സ്വന്തം ചിന്തകളിൽ ദ്രോഹബുദ്ധി വരരുതേ എന്നാണ് പ്രാർത്ഥന. അടുത്ത വരി: അരുളാൽ വരും ഇമ്പ് അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. എന്താണ് വരി? അരുളാൽ വരും ഇമ്പ് അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. അരുളാൽ വരും ഇമ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹം. അരുളാൽ എന്ന് പറഞ്ഞാൽ കാരുണ്യത്താൽ സ്നേഹമാണ് ഉണ്ടാവുക. ഇൻപ് അൻപകന്നൊരു നെഞ്ചാൽ വരും
അരുളാൽ വരും ഇമ്പ്. ഇമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കാരുണ്യത്താൽ സന്തോഷമുണ്ടാകും. കാരുണ്യം സന്തോഷം തരും. എന്നാൽ അൻപകന്നൊരു നെഞ്ച്, അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം, ദയ. അപ്പം അൻപകന്നൊരു നെഞ്ച്, അൻപില്ലാത്തൊരു മനസ്സാണെങ്കിൽ വരും അല്ലലൊക്കെയും, ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം ആ രണ്ടുപേരുടെ ആശയം, കാരുണ്യത്താൽ സന്തോഷമുണ്ടാകും. കാരുണ്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ അൻപകന്നൊരു നെഞ്ചാൽ, കാരുണ്യമില്ലാത്തൊരു ഹൃദയമാണെങ്കിൽ വരും അല്ലലൊക്കെയും, തീർച്ചയായിട്ടും ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ കാരുണ്യത്തോടു കൂടിയുള്ള പ്രവൃത്തി ചെയ്താൽ നമുക്ക് സന്തോഷം ലഭിക്കും. കാരുണ്യഹീനമായ പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരിക്കലും മനസ്സിന് സന്തോഷം ലഭിക്കുകയില്ല എന്നാണ് ഗുരുദേവൻ പറയുന്നത്. അപ്പം എന്താണ്? അരുളാൽ വരും ഇമ്പ് അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. അരുൾ, അരുൾ എന്ന് പറഞ്ഞാൽ കാരുണ്യം. ഇമ്പം വരും, ഇമ്പം, ഇമ്പം എന്ന് പറഞ്ഞാൽ സന്തോഷം. അൻപ്, അൻപ് എന്ന് പറഞ്ഞാൽ ദയ. അപ്പൊ എന്തൊക്കെയാണ്? അൻപകന്നൊരു നെഞ്ച്, അൻപ് എന്ന് പറഞ്ഞാൽ ദയ അല്ലെങ്കിൽ കാരുണ്യം, അതല്ലെങ്കിൽ സ്നേഹം. ഇതില്ലാത്തൊരു മനസ്സാണെങ്കിൽ, ഹൃദയമാണെങ്കിൽ വരും അല്ലലൊക്കെയും. അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. എന്തായിരിക്കും ഉണ്ടാവുക? അപ്പോൾ എന്തുണ്ടാവും? കാരുണ്യമുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും. സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കാരുണ്യത്തോടു കൂടി സഹജീവികളോട് പെരുമാറുക, എന്നാൽ നമുക്ക് സന്തോഷം ലഭിക്കും. അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും. എന്നാൽ കാരുണ്യമില്ലാത്ത മനസ്സാണ്, ഹൃദയമാണ് നമുക്കെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടാവും. അല്ലലൊക്കെയും, അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം, അല്ലലൊക്കെയും. ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമിതേതിനും. ഇരുൾ അൻപിനെ മാറ്റും. ഇവിടെ ഇരുൾ എന്ന് പറഞ്ഞത് അജ്ഞത, അജ്ഞതയാകുന്ന ഇരുൾ, അജ്ഞതയാകുന്ന അന്ധകാരം. അജ്ഞത അറിവില്ലായ്മ, അറിവില്ലായ്മയാകുന്ന ആ ഇരുൾ, അല്ലെങ്കിൽ ഇരുളാകുന്ന അറിവില്ലായ്മയാകുന്ന ആ അന്ധകാരം എന്താവും? ഇരുൾ അൻപിനെ മാറ്റും. അൻപ് എന്ന് പറഞ്ഞാൽ ദയ, സ്നേഹം, അതിനെ മാറ്റും, ഇല്ലാതാക്കും, കാരുണ്യം ഇല്ലാതാക്കും. അറിവില്ലായ്മ കാരുണ്യം ഇല്ലാതാക്കും, മാറ്റും, അൻപിനെ മാറ്റും. അല്ലലിൻ കരുവാകും കരുവാകും അത് ഏതിനും. അല്ലലിൻ കരുവാകും, അത് അല്ലലിന് കാരണമാകും. അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം, കരുവാകുക അതിന് ഹേതുവാകുക, കാരണമാകുക. അപ്പം അത് ദുഃഖത്തിന് കാരണമാകും. കരുവാ ഇതേതിനും, ഏത് പ്രവർത്തിക്കും, അത് ഏത് ദുഃഖകരമായ കാര്യത്തിനും അത് കാരണമാകും. അപ്പോൾ കാരുണ്യമില്ലാത്ത ഒരു മനസ്സാണെങ്കിൽ നമുക്ക് എപ്പോഴും അല്ലലായിരിക്കും, ദുഃഖമായിരിക്കും ഉണ്ടാവുക. കാരുണ്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് സന്തോഷം തരും. ഈ കാരുണ്യം ഉണ്ടാവണമെങ്കിൽ അറിവ് വേണം. അപ്പം എന്താണ് ആ അറിവ്? സഹജീവികളോട് സൗമനസ്യപൂർവം, സ്നേഹപൂർവം, കാരുണ്യപൂർവം, ദയാപൂർവം പെരുമാറാനുള്ള ആ കഴിവ്. അതിന് വലിയ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. അപ്പം അതാണ് പറഞ്ഞത്, അറിവ് വേണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, സ്നേഹത്തിൻ്റെ മഹത്വം എന്താണ്, സ്നേഹത്തോടെ പെരുമാറിയാലുള്ള ഗുണം എന്താണ് എന്നൊക്കെയാണ് ശ്രീനാരായണ ഗുരു നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാമതേതിനും. അപ്പോൾ അജ്ഞത എന്തിനു കാരണമാവും? ദയ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് കാരണമാകും, കാരുണ്യമില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമാകും. അപ്പം അത് ദുഃഖത്തിനും ഹേതുവാകും, ദുഃഖത്തിന് കാരണമാകും. അപ്പം അതുകൊണ്ട് കാരുണ്യം എന്ന കാര്യം നേടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അറിവ് വേണം. അറിവ് എന്ന് പറഞ്ഞാൽ സഹജീവികളോട് സമഭാവത്തോടെ പെരുമാറാനുള്ള ആ അറിവ് വേണം. അപ്പം അതാണ് ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കരുവാം അതേതിനും. അപ്പോൾ 8 വരികളുടെ ആശയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വരി നോക്കാം. അരുൾ അൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം. അരുൾ അൻപ് അനുകമ്പ. അരുൾ കാരുണ്യം, അൻപ് സ്നേഹം, പിന്നെന്താ പറഞ്ഞാൽ അനുകമ്പ. അനുകമ്പ എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. അപ്പോൾ കാരുണ്യം, സ്നേഹം, അനുകമ്പ അല്ലെങ്കിൽ ദയ ഇത്യാദികളെല്ലാം ഈ മൂന്നിനും പൊരുളൊന്നാണിത്. അതിനെല്ലാറ്റിൻ്റെയും പൊരുളൊന്നാണ്. ജീവതാരകം, അതൊരു ജീവതാരകമാണ്, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന പൊരുളാണത്. ഏതൊക്കെ? അരുള് അൻപ് അനുകമ്പ, കാരുണ്യവും സ്നേഹവും സഹാനുഭൂതിയും അഥവാ ദയയും കാരുണ്യവും സ്നേഹവും ഇതെല്ലാം എന്താണ്? എല്ലാം നമ്മുടെ ജീവതാരകങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന നക്ഷത്രമാണ് ജീവതാരകം.
അരുളുള്ളവനാണു ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു തത്വമാണത്. അരുളുള്ളവനാണ് ജീവി, ഇൻവെർട്ട കോമയിലാണ് അത് കൊടുത്തിട്ടുള്ളത്, ശ്രദ്ധിക്കുക. അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒന്നാണ് ആ നവാക്ഷരി. നവം എന്ന് പറഞ്ഞാൽ പുതിയ എന്നർത്ഥമുണ്ട്, നവം എന്ന് പറഞ്ഞാൽ 9 എന്നും അർത്ഥമുണ്ട്. അപ്പൊ അരുളുള്ളവനാണ് ജീവി, അരുൾ എന്ന് പറഞ്ഞാൽ കാരുണ്യം, കാരുണ്യം ഉള്ളവനാണ് ജീവി എന്ന നമ്മൾ എന്നും ഉരുവിടുക ആ മന്ത്രം. നവാക്ഷരി, ആ അക്ഷരങ്ങൾ, നവാക്ഷരി 9 അക്ഷരങ്ങൾ. അരുളുള്ളവനാണ് ജീവി എന്ന് നോക്കുമ്പോൾ അതിൽ 9 അക്ഷരങ്ങളുണ്ട്. ഈ 9 അക്ഷരങ്ങൾ, ഈ ആശയം നമ്മൾ എന്നും മനസ്സിൽ കൊണ്ടു നടക്കുക. അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി. നമ്മൾ അപ്പോൾ കാരുണ്യമുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം, സഹാനുഭൂതിയും ദയയും അനുകമ്പയും ഇതൊക്കെ എന്താണ് പറഞ്ഞാൽ കാരുണ്യത്തിൻ്റെ മറ്റ് വകഭേദങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് നടന്നാൽ ഒരിക്കലും നമുക്ക് എന്തില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് പറഞ്ഞത്, ഇരുൾ അൻപിനെ അകറ്റും അല്ലലിൻ കരുവാകും കരുവാമതേതിനും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അജ്ഞതയാണ് നമ്മുടെ എന്തിന് കാരുണ്യം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ആ കാരുണ്യം ഇല്ലാതാക്കുന്നത് എന്താണ്? അജ്ഞതയെ ഇല്ലാതാക്കുക. അപ്പോൾ അജ്ഞത എന്ന് പറഞ്ഞാൽ സഹജീവികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ആ അറിവ് അത് നമ്മൾ നേടണം. അപ്പം അരുളുള്ളവനാണ് ജീവി എന്ന്, അല്ലേ, ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി. നമ്മൾ ആ മന്ത്രം ഉരുവിടുക, നവാക്ഷരി, ആ 9 അക്ഷരങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണത്? അരുളുള്ളവനാണ് ജീവി. അരുളുള്ളവനാണ് ജീവി എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവനാണ് ജീവി എന്ന് വെച്ചാൽ ഒരു മനുഷ്യനാകുന്നത് കാരുണ്യത്തോടെ പെരുമാറുമ്പോഴാണ് എന്നൊരാശയമാണ് ഇവിടെ അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുവിട്ടിയിടുക ഈ നവാക്ഷരി. അവസാനത്തെ സ്റ്റാൻസ് നോക്കാം നമുക്ക്. അരുളില്ല എങ്കിൽ അതസ്തി തോൽ സിര നാറുന്നൊരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ബല ഗന്ധപുഷ്പമാം എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. എന്തൊക്കെയാ നോക്കാം. അരുളില്ല, നമ്മുടെ മനസ്സിൽ അരുളില്ല, അരുൾ എന്ന് പറഞ്ഞാൽ കാരുണ്യം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ദേഹം ഏതുപോലെയാണ്? അസ്ഥി തോൽ സിര ഉടുമ്പുതാനവൻ, ഉടമ്പ് എന്ന് പറഞ്ഞാൽ ദേഹം, നാറുന്നൊരുടമ്പു താനവൻ. അപ്പോൾ നമ്മുടെ മനസ്സിൽ കാരുണ്യമില്ലെങ്കിൽ നമ്മൾ വെറും അസ്ഥിയും തോലും സിരകളും എല്ലാമുള്ള നാറുന്ന ഒരു ശരീരത്തോട് കൂടിയവനാണ്. അപ്പോൾ ഒരു മനുഷ്യൻ നല്ല രൂപത്തിൽ നാറുന്ന ഒരു ശരീരത്തിൻ്റെ ഉടമയാകുന്നത് എപ്പോഴാണ്? അരുൾ മനസ്സിലില്ലാത്തപ്പോഴാണ്. അരുൾ എന്ന് പറഞ്ഞാൽ കാരുണ്യം. അപ്പോൾ കാരുണ്യം ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ ശരീരം വെറും തോലും സിരകളും അസ്ഥിയും എല്ലാം ഉള്ള രൂപമാണ്, ഒരു ശരീരം ആണ്. ആ ശരീരം നാറുന്ന ഒരു ശരീരമായി മാറും എപ്പോൾ? കാരുണ്യമില്ലെങ്കിൽ. കാരുണ്യം ഉണ്ടെങ്കിലോ അത് സുഗന്ധവാഹിയായ ഒരു ശരീരം തന്നെയാണ്. അപ്പോൾ സിര നാറുന്നൊരു ഉടമ്പു താനവൻ, ഉടമ്പ് എന്ന് പറഞ്ഞാൽ ദേഹം. അപ്പോൾ അസ്ഥിയും തോലും സിരകളും എല്ലാം ഉള്ള വെറും ഒരു ശരീരമായിരിക്കും കാരുണ്യമില്ലാത്തവൻ്റെ ശരീരം. അത് ഏതുപോലെയാന്ന് അടുത്ത വരി പറയണു. മരുവിൽ പ്രവഹിക്കും അമ്പു ആ പുരുഷൻ നിഷ്ബല ഗന്ധപുഷ്പമാം. മരുവിൽ പ്രവഹിക്കും അമ്പു, മരുഭൂമിയിൽ പ്രവഹിക്കുന്ന ജലപ്രവാഹം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ജലപ്രവാഹമാണെന്ന തോന്നലുണ്ടാക്കുന്ന മരീചിക. മരുഭൂമിയിൽ കാണുന്ന മരീചിക ഉണ്ടല്ലോ, ആ മരീചികയെ പോലെയാണ് ആ മനുഷ്യൻ. ഒപ്പം തന്നെ നിഷ്ഫല ഗന്ധപുഷ്പമാം, ഒരു ഫലവും ഗന്ധവും നൽകാത്ത ഒരു പുഷ്പത്തിന് തുല്യമാണ് അയാൾ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യൻ. അപ്പം എന്താ പറഞ്ഞത്? മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം. അപ്പോൾ എന്താണ്? കാരുണ്യമില്ലാത്ത ഒരാൾ വെറും അസ്ഥിയും സിരയും തോലുമുള്ള നാറുന്ന ശരീരത്തിനുടമയാണെന്നും അയാൾ ഒരു ഫലമൊന്നും തരാത്ത, ഗന്ധമില്ലാത്ത, സുഗന്ധമില്ലാത്ത ഒരു പുഷ്പത്തെ പോലെയാണെന്നും ആണ് ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെ ആശയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെ വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജീവതാരകം എന്നിവിടെ പറയണ ജീവിയെ
എന്താണ്, സംസാര സാഗരം കടത്തിത്തരുന്ന കാര്യമാണ് ആ 3 കാര്യങ്ങൾ. കാരുണ്യം, ദയ, സഹാനുഭൂതി അഥവാ അനുകമ്പ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ സംസാര സാഗരം കടത്തിയത്, സംസാരം എന്ന് പറഞ്ഞാൽ ജീവിതമാകുന്ന ഈ സമുദ്രം നമുക്ക് താണ്ടിക്കടക്കാൻ, മറുകരയെത്താൻ നമ്മെ മറുകര എത്തുക എന്ന് പറഞ്ഞാൽ മോക്ഷം ലഭിക്കുക, നമ്മെ സഹായിക്കുന്ന, നമുക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ വേണം. കാരുണ്യം, ദയ, സ്നേഹം. ഇവയെല്ലാം ചേർന്ന ജീവതാരകമാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഈ സംസാര സാഗരം അഥവാ ജീവിതമാകുന്ന സാഗരത്തെ മറുകരയിലേക്ക് എത്തിക്കുന്നു. സാഗരം കടക്കാൻ, മറുകര എത്താൻ നമ്മെ സഹായിക്കും. സാഗരത്തിലൂടെ മറുകര എത്തണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ മോക്ഷം ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ 3 കാര്യങ്ങൾ വേണം. അതിനെയാണ് ജീവതാരകം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെ ആശയങ്ങളെ കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കി പറയാം, അല്പമൊന്നും വ്യക്തമാക്കാം. വരികളുടെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറയണത്, നമ്മളുടെ ഈ കവിതയിൽ അല്ലെങ്കിൽ ഈ ശ്ലോകങ്ങളിൽ ശ്രീനാരായണ ഗുരു പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെന്ന ഏറ്റവും ലളിതവും എന്നാൽ ഉത്കൃഷ്ടവുമായ ആശയമാണ്, അല്ലേ? ഉറുമ്പിനെ പോലും ദ്രോഹിക്കരുത്, ആരെയും ദ്രോഹിക്കരുത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാണ്. ഒരു ഉറുമ്പിനെ പോലെ എന്ന് പറഞ്ഞാൽ, ഉറുമ്പ് എന്നുള്ളത് എന്താ, ഉറുമ്പോളം എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയൊരു ജീവിയാണ്. അതുപോലെ താഴാൻ, അത്രത്തോളം എളിമപ്പെടുക, ലളിതമായ രീതിയിൽ ജീവിക്കുക എന്നൊക്കെയാണ് കവി ഉദ്ദേശിക്കുന്നത്. പിന്നെ മനുഷ്യനെപ്പോഴും മേലോട്ടാ നോക്കി, നമ്മൾ എപ്പോഴും നമ്മളെക്കാൾ ഉയർന്ന തലത്തിലുള്ളവരെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അതേക്കാൾ മുന്നോട്ട് പോകണമെങ്കിൽ ഉയരങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ എന്തു വേണം, എപ്പോഴും ഉയരങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, താഴോട്ട് കൂടി ശ്രദ്ധിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ജീവികളോടുള്ള കരുണ അത് നമ്മൾ വെറുതെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താതെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല, പ്രസംഗത്തിൽ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണണം എന്നൊക്കെയാണ് കവി പറയുന്നത്, ശ്രീനാരായണ ഗുരു പറയുന്നത്. അപ്പോൾ നമ്മേക്കാൾ താഴെ തട്ടിലുള്ളവർ, സഹായം ആവശ്യപ്പെടുന്നവർ, അപ്പോൾ അത്തരത്തിലുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമ്മളിൽ വേണം എന്നൊക്കെയാണ് ഈ വരികളുടെ ആശയം. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സാധു പരിപാലനം നമ്മുടെ ജീവിത വ്രതമാകണം എന്നൊക്കെ. അപ്പോൾ കാരുണ്യവൃത്തികൾ ജീവിതത്തിൽ ഒരു വ്രതമായി കരുതിയാൽ അത് നമുക്ക് എന്തുണ്ടാവും, സന്തോഷം പകർന്നു തരും. അതുപോലെ അജ്ഞതയെ അദ്ദേഹം പറഞ്ഞു, ഇരുൾ അൻപിനെ അകറ്റും, അല്ലലിൽ കരുവാകും, കരുവാമതേതിനും. ഇരുൾ എന്ന് പറഞ്ഞാൽ അജ്ഞത. അപ്പൊ അജ്ഞതയെ ഗുരു എത്രമാത്രം വെറുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഇത് ഈ വരി. ഇരുൾ അൻപിനെ അകറ്റും, അല്ലലിൽ കരുവാകും എന്നുള്ളത്. അപ്പോൾ കാരുണ്യം, അനുകമ്പ, ദയ, ഇവ 3മാണ് മനുഷ്യന് ഈ ജീവിതമാകുന്ന കടൽ കടക്കാൻ സഹായിക്കുന്നവയായി, അല്ലെങ്കിൽ സഹായിക്കുന്നതായി ജീവതാരകമായി മാറുന്നത്. ഏതൊക്കെ? കാരുണ്യം, അനുകമ്പ, ദയ, അല്ലെങ്കിൽ കാരുണ്യം, സ്നേഹം, ദയ. ഈ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സംസാരമാകുന്ന കടൽ എന്ന് വെച്ചാൽ സംസാരം എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം. ജീവിതമാകുന്ന കടൽ കടക്കാൻ നമ്മെ സഹായിക്കുന്ന ജീവതാരകം, ജീവനക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിന്റെ ആ മറുകര എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് തന്നെയാണ്, മോക്ഷമാണ്. അപ്പോൾ മോക്ഷത്തിലേക്കുള്ളൊരു പാലമായിട്ട് ഈ 3 കാര്യങ്ങൾ വർത്തിക്കുന്നു എന്നാണ് ഗുരുദേവൻ പറയുന്നത്. പിന്നെ അതുപോലെ മനുഷ്യന്റെ ശരീരം വെറും എന്താവും, നാറുന്ന ഒന്നായി മാറും. എന്തായാൽ നാറുന്ന ഒരു ശരീരം മാത്രമായി മാറും. കാരുണ്യമില്ലാത്തൊരു ഉടലാണ് ആയി മാറും. കാരുണ്യമില്ലാത്ത മനസ്സാണെങ്കിൽ ആ ഉടൽ നാറുന്നൊരു ഉടൽ മാത്രമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ തത്വജ്ഞാനത്തിൻ്റെ കുറേ ആശയങ്ങളെ വളരെ ലളിതമായ രൂപത്തിലാണ് ശ്രീനാരായണ ഗുരു ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ഗഹനമായ കുറേ ആശയങ്ങൾ അതിൽ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് വളരെ ലളിതമായ രൂപത്തിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? അതാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ആശയം. കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അരുളുള്ളവനാണ് ജീവി. അപ്പോൾ ഉരുവിട്ടിടുക ഈ നവാക്ഷരി എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. നവാക്ഷരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 9 അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഈ പുതിയ ആശയങ്ങൾ. എന്ത്? അരുളുള്ളവനാണ് ജീവി.
അരുൾ, കാരുണ്യമുള്ളവനായിരിക്കണം ജീവി. കാരുണ്യം ഇല്ലാത്തവൻ എന്താണ്? നാറുന്ന ശരീരത്തിൻ്റെ ഉടമ മാത്രമാണ്. അത് മരുഭൂമിയിൽ ജലമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മരീചിക പോലെയും, അതുപോലെ ഫലം തരാത്ത പുഷ്പം അല്ലെങ്കിൽ സുഗന്ധമില്ലാത്ത പുഷ്പം പോലെയുമായിരിക്കും ആ കാരുണ്യമില്ലാത്ത ശരീരത്തോട് കൂടിയ മനുഷ്യൻ എന്നാണ് ഗുരുദേവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അനുകമ്പാദശകം എന്ന ഈ കവിത, അനുകമ്പാദശകത്ത് നിന്നെടുത്ത അനുകമ്പ എന്നുള്ള കവിത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ കവിത എന്നിട്ട് വായിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നന്നായി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാനും സാധിക്കും. അപ്പോൾ അരുളുള്ളവനാണ് ജീവി എന്ന് ഉരുട്ടിയിടുക ഈ നവാക്ഷരി എന്നുള്ള ആശയം. അരുളുള്ളവൻ ജീവി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അത് എന്തായാലും ചോദ്യമായിട്ട് വരും. ശ്രദ്ധയോടെ പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.